സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലാകും മുമ്പ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അധ്യക്ഷനെ പത്മകുമാർ നടത്തിയ ദൈവതുല്യർ പരാമർശം തന്ത്രി കണ്ഠരര് രാജീവരെ സംശയനിഴലാക്കിയതാണ്. സ്വർണ്ണപ്പാളികൾ പുറത്തു കൊണ്ടുപോകാൻ അനുവാദം നൽകി തന്ത്രി നൽകിയ കുറിപ്പിലും ദുരൂഹതകൾ ഉയർന്നു. എന്നാൽ ഉണ്ണികൃഷ്ണൻ പോറ്റി അറിയാമെങ്കിലും സന്നിധാനത്തെ കൊണ്ടുവന്നത് താനല്ല എന്നായിരുന്നു കണ്ഠരര് രാജീവരുടെ അന്നത്തെ മൊഴി. എൻ്റെ ഭരണകാലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ദൈവതുല്യം കാണുന്ന പലരും ഇതിനകത്തുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? അറസ്റ്റിലാകുന്നതിന് കൃത്യം 1 മാസം മുൻപ് പത്മകുമാർ മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തിയ ഈ പ്രതികരണം വലിയ ചർച്ചയായി. ദൈവതുല്യർ ആരെന്ന ചോദ്യമുയർന്നു. തന്ത്രിയും സംശയനിഴലിൽ. പത്മകുമാർ പറഞ്ഞ ദൈവതുല്യർ ആരെന്ന് താൻ എങ്ങനെ അറിയാനെന്നായിരുന്നു തന്ത്രിയുടെ പ്രതികരണം. തന്ത്രിയിൽ നിന്ന് SIT മൊഴിയെടുത്തപ്പോൾ പോറ്റിയെ അറിയാമെന്ന് തന്നെയായിരുന്നു തന്ത്രിയുടെ മറുപടി. പൂജാരിയുടെ സഹായി എന്ന നിലയിലും വഴിപാടുകൾ നടത്തുന്ന ഭക്തൻ എന്ന നിലയിലും പരിചയമുണ്ടെന്നായിരുന്നു മൊഴി. എന്നാൽ മറ്റു മൊഴികളുമായി വൈരുദ്ധ്യമുണ്ടെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിലെ തന്ത്രിയുടെ കുറിപ്പും സംശയം ബാക്കിയാക്കി. ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം കുറഞ്ഞ് ചെമ്പ് തെളിഞ്ഞെന്നായിരുന്നു കുറിപ്പ്. എന്നാൽ സ്വർണം പൊതിയുകയായിരുന്നുവെന്ന വസ്തുത കുറിപ്പിലുമുണ്ടായില്ലെന്ന് SIT അന്നേ വിലയിരുത്തി. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധമുള്ളവരുടെയും ദേവസ്വം ബോർഡ് മുൻ ഭാരവാഹികളുടെയും ദേവസ്വം ഉദ്യോഗസ്ഥരുടെയും അറസ്റ്റിനൊടുവിലാണ് തന്ത്രിയിലേക്ക് അന്വേഷണ സംഘം എത്തിയത്. അന്വേഷണ സംഘത്തിന് മേൽ സമ്മർദ്ദമില്ലെന്നാണ് സംസ്ഥാന പോലീസ് മേധാവിയുടെ പ്രതികരണം. വിശ്വാസികൾ ക്ഷേത്രപ്രതിഷ്ഠയുടെ പിതൃസ്ഥാനീയനായി കരുതുന്നയാളാണ് തന്ത്രി. തന്ത്രിയിൽ നിന്നുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ ഉന്നതർ കുരുങ്ങുമോ എന്നാണ് ചോദ്യം. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.